മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഈ SMS എന്ന് പറയുന്ന സംവിധാനം അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് കൈകാര്യം ചെയ്തതൊക്കെ കൂടുതൽ നമ്മളാണ്. ഈ പറഞ്ഞ ഗാന്ധി ഫൗണ്ടേഷന്റെ പേരിൽ മാത്രം പോകുന്ന സമയത്ത് അതിൻ്റെതായ മറ്റു മറുവിഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചടുലമായ ഒരു ഗാന്ധി ഫൗണ്ടേഷന്റെ പേരിൽ മാത്രം വെച്ചുകൊണ്ട് പോകുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് തടുക്കണമെങ്കിൽ SMS എന്ന് പറയുന്ന സംവിധാനം വളരെ ബൃഹത്തായി നമ്മൾ പണ്ട് കാലം മുതൽ രൂപീകരിച്ചതാണ്. SMS-ന്റെ പേരിൽ വലിയൊരു വേദി കെട്ടി പല വേദികളും നമ്മളത് നിറഞ്ഞു കവിഞ്ഞു കണ്ടു. പലതും നമ്മൾ അതിന്റെ ഊർജം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇത് പറയാനുള്ളത്, SMS എന്ന സംവിധാനത്തെ നമ്മൾ ഊർജസ്വലതയോട് കൊണ്ടുപോകാൻ ഈ മുന്നിലിരിക്കുന്ന നേതൃത്വം തന്നെയാണ് അതിനും ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ മഹലിലെ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ രണ്ട് കാര്യത്തിൽ അടിയന്തരം ഒന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള പേരിൽ മുഷാവറയിലാണെങ്കിൽ ആ മുഷാവറയിൽ അത് ബോധ്യപ്പെടുത്താൻ നമ്മളിപ്പോ ഒരാളെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രമേന അത് കേട്ടത് പോരുന്ന അവസ്ഥയാണ്. ആരും വെറുപ്പം വിചാരിക്കണ്ട. കാരണം നമ്മൾ വിഷമത്തോട് കൂടി പറയാണ്, മുസ്തഫ സുൽത്താനെ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ ആ ഒരു പുസ്തകം മാത്രമാണ് നമ്മൾ നീച്ചതെന്നാ പറയുന്നത്. അപ്പൊ ഒന്നുകിൽ നമ്മളത് ഉറപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സമസ്തത്തിൽ ഇങ്ങനെ കൊയ്തു പോയി പിന്നീട് അതൊന്ന് ചെറുതായി കാണുന്ന ഒരു സ്വഭാവത്തിൽ വലിയ വിഷമമുണ്ട്. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ സംവിധാനം അല്ലാഹു നിലനിർത്തുവാനാവട്ടെ. ഇത് മാത്രമേ വർക്കത്തുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മുടെ മഹാനഗരന്മാരെ കടന്നുപോയിട്ടുണ്ട്. അവരൊന്നും ഒരു പക്ഷേ ഇതിൽ കൊടുക്കപ്പെടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി തുടർന്നു കൊണ്ടുപോകാൻ ഈ രണ്ട് സംവിധാനത്തെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. അന്വേഷണമാണ്. നമ്മുടെ മക്കളെയൊക്കെ തുടർന്നും വഫിയ സംവിധാനത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് വിരോധമുണ്ടോ? അത് പ്രശ്നമില്ല എങ്കിൽ തന്നെ ഒരു ബദൽ സംവിധാനം എന്നൊക്കെ SNDC എന്തിനാണ് രൂപീകരിക്കപ്പെടേണ്ടി വന്നത് എന്നും അതുപോലെ തന്നെ വഫിയായി ബിരുദമെടുത്ത് ഇറങ്ങിയ വിദ്യാർത്ഥി ഒരു പണ്ഡിതന് നമ്മുടെ സ്ഥാപനങ്ങളിൽ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ തുറന്ന് ജോലി ചെയ്യാൻ സംവിധാനം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊരു സംശയം അന്വേഷണമാണ്. സോറി, എൻ്റെ ഒരു കുട്ടിയെ ഇവിടെ പണ്ഡിതന്മാർ ഒരുപാട് ഇരിക്കുന്നുണ്ട്. പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ക്ഷമിക്കാം. ഇവിടെ മിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് ഏത് പണ്ഡിതന്മാരാണ് അതൊന്നും പറഞ്ഞു തന്നാൽ തിരക്കില്ല. ഇന്ന് മദ്രസ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ അന്വേഷണ ആളുകൾ ഇവരെ പറ്റി അതുപോലെ തന്നെ കാര്യങ്ങളെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഈ പബ്ലിക് സ്റ്റേജിൽ കയറിക്കൊണ്ട് ഇത്തരം പണ്ഡിതന്മാർ പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ മഹലിലെ പ്രതിനിധികൾക്ക് ഒരു സമ്മതം തരങ്ങളുണ്ട്. അതാ പറയാനുള്ളത്. കാരണം ഒന്നും പറയാനില്ല. അല്ലാതെ നടപ്പില്ല നടക്കില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞ പഴയ കാലത്ത് എന്റെ ചെറുപ്പത്തിൽ 60 വയസ്സായി. എന്റെ ചെറുപ്പത്തിൽ പല മഹലിൽ പള്ളികളിലും ദർശോദീന ആളുകൾ വീടുകളിൽ പോയാണ് ഭക്ഷണം കഴിച്ചത്. അതിങ്ങനെ ബുദ്ധിമുട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വന്തം കാശ് മുടക്കി ഒരാളും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവൃത്തി ഞങ്ങളുടെ സമസ്യയിലും ജമേറ്റമേലുമേ പോയിക്കാണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അവിടെ പോകാൻ പറ്റിയ ആൾക്കാരും സുമേഷ് പോലൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചെയ്തില്ലേ? നിങ്ങൾ ഒഴിവാക്കിയ ഉണ്ടായ കുറ്റം അത് നിങ്ങൾ ചോദിക്കണം. അത് ചോദിക്കുന്ന ആളെയില്ലേ ഒന്ന് സാധാരണക്കാരോട് വരാം, കയറി വരാം. ഇത് ചില പബ്ലിക് സ്റ്റേജിൽ കയറിക്കാണ്ടിരിക്കുക, അനാവശ്യം പറയാം, പണ്ഡിതന്മാരാണ് പറയാം. എന്ത് പണ്ഡിതന്മാര്? നിങ്ങൾ ആ വിഷമം വിചാരിക്കുന്നില്ല. പണ്ഡിതന്മാരെ ഇതിന് സത്സംഗം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ആ സംശയം ഞാൻ പറയുന്നു. എന്റെ സ്വന്തം കാര്യം ഞാൻ പറയുന്നത്. ഏതെങ്കിലും പബ്ലിക് സ്റ്റേജിൽ നമ്മളെ ദീനി സ്ഥാപനത്തിന്റെ ഏതെങ്കിലും സ്റ്റേജിൽ അതിനകത്ത് അറിയും. ഉറപ്പാണ് ആ സംശയം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടക്കൂല. ഏത് കാലത്തിൽ നിങ്ങൾ ആലോചിക്കി ആരും പ്രതികരിക്കാത്ത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ കഴിഞ്ഞ് മറ്റാൾ കഴിഞ്ഞ് മറ്റാൾ നിങ്ങൾ തുടർച്ചയായി വരികയാണ്. ഒക്കെ പൈസയാണ്. ഈ പട്ടികാട് ജാമ്യങ്ങളിൽ ഒരു വലിയ ഒരു ഇതുണ്ട്. നിങ്ങൾക്കൂടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരമേശ്വരൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ പറയുന്ന സ്ഥിതി നിങ്ങൾ ആലോചിച്ചു.
അപ്പൊ അതുകൊണ്ട് തടയാനുള്ള സംവിധാനം മഹല്ലിലെ സാധാരണക്കാരായ ആളുകൾക്ക് തരണമെന്ന് വിനീതമായ അപേക്ഷയാണ്. സ്വാമി എൻ്റെ പേര് നാരായണി കണ്ണൂരാണ്. പിന്നെ ബഹാബുദ്ദീൻ ഉസ്താദ് ചെയർമാനും മുസ്ലിം ലീഗ് കൺവീനറുമായിട്ട് ഒരു സമിതി രൂപീകരിക്കുന്നു വളരെ സന്തോഷം. പക്ഷെ ആ ഒരു സമിതിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്തായാലും ഉണ്ടാകുന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തും. ആ ഒരു സമിതിയിൽ മുസ്ലിം ലീഗിന്റെ അതേ പണ്ഡിത സംഘടനയിലുള്ള അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി ആ ഒരു സമിതിയിൽ ഉണ്ടാവും. അത് കേന്ദ്ര സമിതി ആയാലും ജില്ലാ സമിതി ആയാലും മേഖലാ സമിതി ആയാലും അത് ആ ഗ്രൂപ്പിലേക്ക് തൊപ്പിക്കട്ടെ. രണ്ടാമത് വാഫി തൊപ്പിയ എന്ന് പറയുന്നത് 6 കൊട്ടാരസ്ഥാനത്തുന്ന ഒരു പരിപാടിയാണ്. അതിനെ കുറിച്ചിട്ട് സമഗ്രമായ സംക്ഷിപ്തമായിട്ട് അത് ശരിയാണ്, വാഫി തൊപ്പിയാണ് ശരിയാണ്, അത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല ഉള്ള ഒരു പ്രഖ്യാപനം. ഇതുപോലത്തെ ഒരുപാട് അഭ്യർത്ഥന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അഭ്യർത്ഥന വരുന്നത്. അതായത് ആളുകളുടെ മക്കളെ ചേർക്കണം, അവരുടെ പഠിപ്പിക്കണം, ആ സ്ഥാപനത്തിൽ ഭാര്യയായ ഭർത്താക്കന്മാരെ ജോലിക്ക് വെക്കുക, ഇതെല്ലാം ഇപ്പോ ഒരു വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തിൽ പരിഹരിക്കാൻ സങ്കീർണതയുള്ള വിഷയമാണ്. പരിഹാരമല്ല പറയുന്നത്. ഇത് നമ്മൾ ഫൗണ്ടേഷന്റെ ഞങ്ങളെ ആ ഏരിയയിലൊക്കെ ഗുരുതരായ പുസ്തകത്തിന് എട്ടിമാനുഷ്ഠേറുള്ള കാലത്ത് അതുപോലെ പുസ്തകത്തിലുള്ള സമയത്ത് താതിമാരെ പാലക്കാട് മിസ്റ്റേക്സ് ഇല്ല. അന്നൊക്കെ അവിടെ മൂല്യം മതി, എറണാകുളത്ത് മൂല്യം മതി. ഇപ്പോ മറിച്ച് സംഘടനാ സംവിധാനം മുഴുവനും മറുചെയ്യുക. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. നമ്മുടേത് എന്ന് പറയപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിൽ. അതുകൊണ്ട് നീണ്ടു പോകുന്നതിൽ നമുക്ക് വലിയ നഷ്ടം. സമുദായം ഒരുപാട് പ്രയത്നം ചെയ്തുണ്ടാക്കിയതൊക്കെ ഈ തൽപര കക്ഷികൾ അടിച്ചു മാറ്റിക്കൊണ്ടു. നമ്മൾ മുഷാവറയിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നമ്മളാലോചിച്ച കാര്യമില്ല. മുഷാവറയിൽ എഴുന്നേൽക്കാൻ ആൾക്കാർക്ക് പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്ത പോകുന്നത് ഇങ്ങനെ ദുർബലമായി പോകുന്നതിന് പകരം എന്തെങ്കിലും ഒരു കർമ്മ പദ്ധതിയുമായി സാധാരണക്കാരുടെ തോന്നുന്നു കണ്ട് 89 സംഭവിച്ചതുപോലെ നമുക്ക് സാധാരണക്കാരന് ഉമറാക്കണം എന്തിനെങ്കിലുമൊക്കെ ഒരു ചെറിയ മരുന്ന് കൊടുത്തുകൊണ്ട് പോകണം. അല്ലാതെ നമ്മൾ ഒളിച്ചുകളി അവരുടെ ഒന്നാം തീയതി ഇവിടെ മറ്റേ പൊട്ടിച്ചു. ഈ പൊട്ടിക്കുന്നതിന് ഇതിന് വഴങ്ങി കൊടുക്കണോ എന്ന് തങ്ങന്മാരോടും അഭിമുഖരാക്കന്മാരോടും മുഷാവറ നമ്മൾ ഉണർത്തിയ തിരക്കില്ല. ഇല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലേക്ക് ആ അവസ്ഥയിൽ വരുന്നുള്ളത്. കാരണം പ്രഭാതം നമ്മളെ അടുത്തേക്ക് കയറി പിടിച്ച് അവിടെ നെക്കി ലാസ്റ്റ് നമ്മുടെ സംഘടനാ സംവിധാനത്തിന് ആവശ്യത്തിന് താറുമാറായി. അതിന്റെ ഭാഗത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനം കൈകാര്യം ചെയ്ത് 28 ആളുകളുടെ കമ്മിറ്റിയിൽ ഞങ്ങൾ ചെയ്ത് ഇപ്രാവശ്യം 2-ാം തീയതി ഔദ്യോഗികമായിട്ട് ഞങ്ങൾ തീർച്ചയായും പ്രഭാതത്തിൽ സമസ്തയുടെ അംഗീകാരം 2005 അംഗീകാരം ഞങ്ങൾ സമസ്താക്കളോട് പറഞ്ഞു സുപ്രഭാതത്തിൽ കോഴിയുടെ മഴ ഒഴിവാക്കാൻ വേണ്ടി ആ കൂട് ഒഴിവാക്കരുത്. ഇൻഷാള്ള എല്ലാവരും വളരെ ഭംഗിയായിട്ട് പരിചയസാരിച്ചപ്പോൾ ഞങ്ങൾ ഇൻഷാള്ള അന്ന് ഞങ്ങൾ സുപ്രഭാതം പറഞ്ഞോളൂ. അന്ന് നമുക്ക് അവിടെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇതുവരെയും എല്ലാതും പക്ഷെ അതിലൊക്കപ്പുറം നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കണ്ട, ആരും ജോലികളല്ല. പക്ഷെ അതിലൊക്കപ്പുറം നമുക്ക് പാരമ്പര്യം ഒരു മരുന്നുകൊണ്ട് അതനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. മഹല്ലുകളും കമ്മിറ്റികളും ജനങ്ങളും ഒപ്പം പാണക്കാട് സൈനികമായ ഒപ്പം യാതൊരു സംശയമില്ല. അതനുസരിച്ചുള്ള പ്രവർത്തനം എല്ലാവരും ചെയ്താൽ ഈ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയുമെന്നതിന്റെ ഒന്നാണ് കൊടുക്കളി വേറെ കാണിക്കാം. ഇനി ഒന്ന് ഇതോടുകൂടി അവസാനിപ്പിക്കുവാൻ എല്ലാം ഉൾക്കൊള്ളുന്ന ആവർത്തനം പാടാണ് പണി. വയനാടാണ് കമ്പക്കാട് പ്രദേശമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് എപ്പോ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് മുഷാവറയിൽ ഭൂരിപക്ഷം ഉണ്ട്, മുഷാവറയിൽ ഭൂരിപക്ഷം ഉണ്ട്. അമതുകുട്ടി ഉണ്ണിക്കുള സാഹിബ് പറഞ്ഞതുപോലെ മുഷാവറയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ആ മുഷാവറ അംഗങ്ങൾ പാണക്കാട് തങ്ങന്മാരെ
മോശമായ രീതിയിൽ ചിത്രീകരിക്കുക. അതിനെതിരെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ വൈസി, അതുപോലെ മഹാബോധി ഉസ്താദ്, അതുപോലെ തന്നെ അതിന് മുമ്പേ ഇവരെ പുറത്താക്കുന്ന നിലപാട് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? എവിടെയാണ് സമസ്ത എന്ന് പറയുന്ന സംഘടനയെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ സുപ്രഭാതം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉള്ളിൽ കൂടെ കൊടുക്കുന്ന പത്രമൊക്കെ അവിടെയൊക്കെ കണ്ടൊക്കെ അങ്ങനെ വലിയ തോന്നുന്നത് ഒന്നൊരു നിർദ്ദേശം തന്നാൽ എല്ലാം ഞങ്ങൾ പുറത്തെടുത്തു. അത്ര പിന്നെ വളരെ പ്രതിഷേധത്തിലാണ് ഞങ്ങളെ വാലിലുള്ള ആളുകളൊക്കെ. അതുപോലെ തന്നെ ഈ MSR നിർബന്ധമാക്കിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വ്യക്തിപരമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെ പേടിയിലുള്ളത്. കാരണം നമ്മളെ പ്രദേശത്തുള്ള ഒരാളെ എന്തോന്നും വേണ്ടിയപ്പോ അദ്ദേഹത്തെ എല്ലാ മഹലിലും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു. അവസാനം ഞങ്ങളെ മഹലിൽ ഞങ്ങൾ ജോലി കൊടുത്തിരിക്കുക. അപ്പൊ ഇത് ഒരു നിർബന്ധമാക്കി അവരുടെ കുത്തക്കയാക്കി ഈ ന്യൂനപക്ഷങ്ങളിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യാണ്. നമ്മൾ ഈ ഭൂരിപക്ഷം ആളുകൾ മഹല്ല് നിവാസികൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരൊക്കെ വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. പാണക്കാട് തങ്ങൾ ഒന്നും വേണ്ട, സമസ്തയിലെ ഏതെങ്കിലും ഒരു പണ്ഡിത എണീറ്റിട്ട് ഈ പറയുന്നത് ന്യായക്കാരെന്ന് പറഞ്ഞ ബാക്കി കൈകാര്യം ഞങ്ങൾ ചെയ്തു. നാട്ടുകാർ മഹല്ല് നിവാസികൾ മറുപടി പറഞ്ഞോട്ടെ. എല്ലാവരും കുറെ ആൾ ഇവരൊക്കെ പറഞ്ഞു പാണക്കാട് തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാപനമാണ് ഏകദേശം 5700 വിദ്യാർത്ഥികൾ മൊത്തത്തിൽ സ്ഥാപനത്തിൽ പഠിക്കുന്നു. പാണക്കാട് കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് അവിടെ നടത്താൻ പറ്റില്ല എന്ന് പാണക്കാട് തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനത്തിൽ പറയുമ്പോൾ അത്രയും കൗരവ സ്ഥലത്ത് നമ്മൾ വരുന്നത്. അപ്പൊ അതാണ് എന്റെ അവസ്ഥ. നമ്മളിപ്പോ എന്താണ് 7-ാം തോക്കിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവിടെ ആ മീറ്റിംഗ് നടത്താൻ വേണ്ടി ഒരുപാട് പാണക്കാട് തന്നെ പ്രസിഡന്റ് സ്ഥാപനം ഇല്ല കാലം വന്ന് സെക്രട്ടറി തമിഴ്നാട് പ്രസിഡന്റ് അതിന്റെ മാറി മാറി പോവുകയാണ്. ആ ഒരു സ്ഥാപനത്തിൽ പോലും ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി പറയുന്ന സ്ഥിതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ. അപ്പൊ നമ്മളത് എന്താ പറയാ, ഈ ആളുകൾ പണിയെടുക്കുന്ന പണിയെടുക്കുന്നല്ലാണ്ട് അതിന് ബാക്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ മേഖലയിലൊന്നും സത്യത്തിൽ ഇപ്പോ പിന്നെ ഈ മറ്റൊരു ഗ്രൂപ്പാണെങ്കിൽ പണിപോലും കിട്ടുന്നില്ല. അവർക്കാണ് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്, ആ പ്രദേശത്ത് ചെയ്യുന്നത്. പ്രൈവറ്റ് കാര്യമാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ പേരിന്റെ പറയുന്നത് അമ്പലക്കടവാണ്. ഉമ്മസായി പറയുന്ന സെക്രട്ടറി ഉമ്മസായി മഞ്ചേരിയാണ്. ഒരു വിധത്തിൽ ഇടപെടുന്നതിനൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുണ്ടാവും. അതോടൊപ്പം നമുക്ക് മുഷാവറ കൂടുമ്പോൾ മുമ്പ് പൈസ വളരെ മോശമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷെ അതിൽ ഒരു പ്രതികരണവും മതഭാഗത്തുണ്ടായാലും നിങ്ങൾ തുടർന്ന് പോലീസുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചാൽ ഈ പാവപ്പെട്ട പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് പിന്നെ പൂക്കോട് സാഹിബ് പ്രസംഗം പറഞ്ഞു, സാധാരണ ആളുകൾക്ക് മതം വേണ്ടാന്ന രീതിയിൽ പോവാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കാരണം നമ്മുടെ മേഖല കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ, കാരണം എസ്എഫ്ഐയുടെ കുട്ടികൾ വന്നിട്ട് ലിബറീസാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്റെ ശരീരം എന്റെ അവകാശം എന്ന രീതിയിലേക്കാണ് അവിടെ നമ്മുടെ കുട്ടികൾ പുള്ളി പറയുന്നത്. അവിടെ കിടന്ന് 12 പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അപ്പുറത്ത് അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോഴത്തെ നമ്മൾ കൂടി ഏതാണ് ശരിക്കും നടക്കുന്നത്. ഒന്നല്ലെങ്കിൽ നല്ല രീതിയിൽ പോലെ തീരുമാനിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്ത് കൊടുക്കുന്ന ബാക്കിയുള്ള പണിയെടുത്തിട്ടാണ് ബാക്കിയുള്ള പണിയെടുത്ത് പോകണം. ഇതിപ്പോ രണ്ടു കണ്ടത്ത് നിൽക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ടീച്ചർക്ക് മറുഭാഗത്തും നമ്മൾ കൂട്ടിപ്പിടിച്ച ഭാഗത്തും. പക്ഷെ ഇതിങ്ങനെ എത്ര കാലം കൊണ്ടുപോകാം? ഒന്നല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവാം, ഇല്ലെങ്കിൽ കണ്ടില്ല തരാതില്ല ചെയ്യാം, അവനാണ് പണിയുണ്ടാവും. ഇതിപ്പോ എന്താ വെച്ചാൽ ഇന്ന് ഇപ്പൊ എന്റെ മാസം കഴിഞ്ഞ മാസം സെക്രട്ടറി കൂടിയാണ് കൈത്താങ്ങിന്റെ പീരീഡ് അവിടെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് പിന്നെ മറ്റുള്ള ഭാഗത്തുള്ള ഒരാളുണ്ടായിരുന്നു. പക്ഷെ എന്നോട് ചോദിക്കാതെ അവിടെ പിന്നെ കൈത്താങ്ങിന്റെ പീരീഡ് തിരിച്ചു പിരിക്കാൻ വേണ്ടി കത്ത് കൊടുത്തു. ഞങ്ങൾ റദ്ദാക്കി. അതേ സ്ഥാനത്ത് നമുക്കൊരു എതിരാണ് പറഞ്ഞത്. അതുമായി മേഖലപ്പെട്ട മൊത്തം മേഖലയ്ക്ക് എന്റെ പേരിൽ നടപടി എടുക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞോട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇത് എത്ര കാലം മുന്നോട്ട് പോവാം? ഒന്നെങ്കിൽ ഒരുമിച്ച് പോവാം, ഇല്ലെങ്കിൽ സ്ഥലത്തിന്റെ വരിക, അതുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങളിലേക്ക് അവരെ മുന്നോട്ട് പോകാം. എന്റെ അഭിപ്രായം ഈ മാലിന്യ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗർഭപദ്ധതികൾ മാലിന്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ എന്തൊരു മാർഗം കണ്ടുകൂടെ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മുടെ
നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വിശദമായ രീതിയിലൊരു മറുപടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് ഭംഗിയായി തിരിഞ്ഞു പോകണം. അല്ലാഹു റബ്ബുൽ നമ്മുടെ ഒത്തുകൂടെ സുഹൃത്തമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ പറയുന്നവരെക്കാളേറെ വികാരത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയിക്കുക. ഒരു ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധപ്പെടുത്താൻ. ഒന്ന്, നമ്മളെ MSR പകരം എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉമറാക്കളും ബന്ധം ശക്തിപ്പെടുത്താൻ മാന്യതര ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മാന്യതയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രമാണ് ഉസ്താദുകളെ നിയമിക്കാനുള്ള തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും MSR ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള SKSF കുട്ടികൾ സത്യത്തിൽ അവിടുത്തെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും നമ്മൾ സംസ്ഥാന കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന് പകരം മാന്യതയുടെ ക്ലിയറൻസ് പ്രകാരം ഉസ്താദുമാർ അങ്ങോട്ട് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ മുഷാവറ 40 അംഗങ്ങളുള്ളവർ തന്നെ SMO ശക്തിപ്പെടുത്തി 40 അംഗ ഉമറ സഭയിൽ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് വിനീതമായി പറയുന്നത്. അപ്പോൾ ഞാൻ മറുപടി പറയാനുള്ള അന്തിമമായി കഴിക്കേണ്ട ഏകദേശം ഒരേ ലക്ഷ്യത്തിന്റെ യോജിച്ചു പോകണമെന്നാണ്. അത് അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. യോജിച്ചു പോകലാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവശ്യം 70 രൂപ കൊടുക്കും. SFF ആണ് കൊടുക്കുന്നത്. ആദ്യ കോൺഗ്രസിന്റെ ഒരു പഴയ കാലത്ത് നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഒന്നിച്ച് തന്നെയാണ് മഹല്ല് ശാക്തീകരണം നടത്തുന്നത്. അതുകൊണ്ട് അതങ്ങനെ തന്നെ അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഒന്നിച്ച് തന്നെയാണ് പോകുന്നത്. എല്ലാവരും SMF-മായി സഹകരിക്കണം. ഇവിടെ കൂടിയവരൊക്കെ SMF ഭാവി കോൺഗ്രസുമായി സഹകരിക്കാനാണ് നീങ്ങുക. അങ്ങനെ തന്നെ നീങ്ങുക. പിന്നൊന്നുള്ള ഒരു വാഫി, ആ വാഫി കുട്ടികളെ ചേർക്കണോ ചേർക്കട്ടെ എന്നൊക്കെ ഒരു ഉസ്താദ് തന്നെയാണ് സംശയം ചോദിച്ചത്. വാഫിയിൽ കുട്ടികളെ ചേർക്കാൻ പാടില്ല എന്നിവിടെ ആരും പ്രസ്താവിച്ചിട്ടില്ല. സമസ്തയാണ് പറഞ്ഞിട്ടില്ല. സമസ്തയുടെ നേതാക്കൾ പറഞ്ഞിട്ടില്ല. സമസ്തയുടെ മുസാഫർ മെമ്പർമാർ ഇപ്പോഴും നടത്തുന്നു വാഫി. അവരൊക്കെ മക്കൾ പഠിക്കുന്നു. പിന്നെ SNEC എന്നത് സമസ്തയ്ക്ക് വാഫിക്ക് ബദലായി കൊണ്ടുവന്നതല്ല. അത് സംസ്ഥാന ലെവലിലല്ല, ആഗോള അടിസ്ഥാനത്തിലല്ല, ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ വിപുലീകരണം എന്ന പേര് സ്ഥാപിച്ചതാണ്. അതിന്റെ ഉന്നത തലത്തിലിരിക്കുന്നത് വരെ വാഫിയാണ്. പിന്നെ എങ്ങനെ വാഫിയെ മാറ്റി ചേർക്കാൻ പറ്റുമെന്നുള്ള സംശയം ഉണ്ടാവുമല്ലോ. SNEC എന്ന് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നടത്താൻ വേണ്ടി സമസ്ത തീരുമാനിച്ച സംഘത്തിന് നായകത്വം വഹിക്കുന്ന ഒരു വാഫിയാണ്. വാഫികളാണ് അതിലുള്ളവരുടെ. അവർ SNEC കോളേജുകളിൽ അധിക സ്ഥലത്തും അധ്യാപകന്മാരും അധ്യാപികമാരും വാഫികളിൽ ഞാൻ ഇപ്പോഴും മാണി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൃക്കരിപ്പൂർ വാഫി കോളേജിൽ പുതിയ ഈ പ്രാവശ്യവും അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ വാഫിക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മളൊക്കെ സമസ്തകാരനെയാണ്. സമസ്ത എല്ലാം യാതൊരു വിവരം പറഞ്ഞിട്ടില്ല, പറയാനൊരു വകുപ്പുമില്ല. സമസ്തന്റെ എല്ലാ പരിപാടികളും നമ്മളുണ്ട്. പിന്നെ വാഫി പാടില്ല എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ വാഫികളെ നമ്മൾ പൂർത്തിയാക്കി കൊടുത്തോട്ടെ എന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നടത്തിക്കോളൂ എന്നാണ്. ഇപ്പൊ കണ്ടു കുടിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതാ കുടിച്ചോട്ടെ പറയില്ലോ. അപ്പൊ പിന്നെ ഇത് കുഴപ്പമില്ല എന്നാണ് ആ പറഞ്ഞ സമസ്തയുടെ പ്രസിഡന്റ് പറയുന്നത്. നടത്തിക്കോളി, ഇത് കഴിഞ്ഞിട്ടുകൾ മറ്റൊന്ന് നടത്തിക്കോളി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടല്ല, ഈ ക്യാമ്പസിൽ BEd ഉണ്ട്, ഇവിടെ ഹിന്ദു കോളേജ് ഉണ്ട്, ഇവിടെ CBSE സ്കൂളുണ്ട്, കേരള സിലബസ് സ്കൂളുണ്ട്. ഇതൊക്കെ നടത്തുന്ന മാതിരി ഞങ്ങൾ SNEC നടത്തും, ബാക്കി നടത്തും. അത് അനുവദിച്ചു തരുന്നതാണ്. അതിന് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തോളാം, കൊടുത്തു, അപേക്ഷ കൊടുത്തു. അങ്ങനെ കൊടുത്തു. മൂപ്പർ അധ്യക്ഷയിൽ തന്നെ യോഗം ചേർന്ന് യോഗത്തിൽ ചർച്ച വന്നു. അങ്ങനെ പിന്നെ അമീൻ വൈസിയും മോയൻകുട്ടി മാഷും ശക്തമായിട്ട് എതിർത്തു. ഞാൻ അങ്ങോട്ട് എതിർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചോളാം, ചർച്ച നിർത്തിയത് അങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ കുഴപ്പമില്ല, ഇതിലേക്ക് അറിയിക്കാനെന്ന് പറഞ്ഞു. ഇതൊരു കേസുള്ള സംഭവമല്ല. ആരും പേടിച്ച് അടച്ചു നിൽക്കേണ്ട. മാഫികൾ ഉള്ളതോടെ നിശ്ചയിച്ചോളൂ, നന്നായിട്ട് മഹല്ല് നോക്കിക്കോളും. എന്റെ നാട്ടിൽ സമസ്തന്റെ മതം തന്നെയാണ്. അവിടെ മറ്റുള്ള വാഫിയാണ്. അതുകൊണ്ട് കുറെ ഉഷാറായി വരികയാണ്. എല്ലാവർക്കും പറ്റുവരെ. അതുകൊണ്ട് എല്ലാം ഉഷാറാണ്. അതുപോലെ എല്ലാവരും വാഫികളെ എടുക്കാൻ നോക്കിക്കോളും. വാഫികളും ഉന്നതികളും ഒക്കെ അല്ലേ. അതുപോലെ തന്നെ നല്ല എല്ലാവരും കഴിവുള്ള മറ്റു ചെറുകാരും നമ്മളോട് ഞാൻ വേണ്ടെന്നല്ല, പേടിക്കണ്ട. വാഫിയെ നല്ല ഒരു പ്രശ്നമില്ല, എടുത്തോളൂ. പിന്നെ പറഞ്ഞത്
കന്നുകാലികളെ തടയുമ്പോൾ എന്തൊക്കെ പറയുന്നവരെ തടയേണ്ടതാണ്. എന്തിനാണ് ചോദിച്ചാൽ അതിങ്ങൾ തടയണ്ടേ? ഇവിടെ ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. കാറൂട്ടിനെ തീയതി ചെയ്യണുള്ളൂ, മറ്റേതൊന്നും അറിയില്ല. അതൊക്കെയാണ് അറിയാൻ ചെയ്യട്ടെ. അതിന് അതോ പിന്നെ അത് കഴിഞ്ഞിട്ട് വരും. അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട വേണ്ടതുണ്ട്. അതല്ല അതിനൊന്നുമില്ല. പിന്നെ സ്ഥാപനങ്ങളൊക്കെ അവരുടെ കയ്യില അല്ല, സ്ഥാപനങ്ങൾ അവരുടെ കയ്യിലല്ല, നമ്മുടെ കയ്യില. എല്ലാ സ്ഥാപനവും നമ്മുടെ കയ്യില. മഹാന്മാരായ പാണക്കാട് തങ്ങന്മാർ സാധാരണ നേതൃത്വം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് അധികം. അവർ നേതൃത്വം മഹല്ലുകളാണല്ലോ. ഇനി പിന്നെ സ്ഥാപനത്തിൽ സമസ്തകാർക്ക് ശമ്പളം കൊടുക്കില്ല, സമസ്തകാരിൽ അധ്യാപനം ചെയ്യിക്കില്ല. MSR വേണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, കമ്മിറ്റി തീരുമാനിച്ചാൽ മതി. MSR ഇല്ലാത്തവരെ വെച്ചാൽ മതി. അതിനെന്താ കുഴപ്പം? അങ്ങനെ പിന്നെ ഒരു നല്ലത് പറയണ വേണ്ട, അംഗീകാരം വേണ്ട, ബുക്ക് നാട്ടിലെ ബുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അത്രയും പോയി അതിനെന്തിനാ വേദാറാണ്? ബുക്ക് ഇട്ടില്ലെങ്കിൽ അതിന് പറയാം നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം. അതൊന്നും വിഷയമല്ല. ഇപ്പൊ ഉപ്പ് ഉണ്ടാക്കി നമ്മൾ കേട്ടില്ലേ? പിന്നെ ടെക്സ്റ്റ് ബുക്ക് തന്നെ എങ്ങനെയാണ് അപ്പൊ അല്ലാതെ പിന്നെ ലെറ്റർപ്പോഴും അറിയാതെ സംശയമില്ല. നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥാപനങ്ങളൊക്കെ അവരെ കീഴിലാണെന്ന് വേദനാകണ്ട. സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കീഴിലാണ്. അവർക്കൊന്നുമില്ല, അവർക്കൊന്നുമില്ല. അതാണ് വല്ല നമ്മുടെ കയ്യിലാണ്. സ്ഥാപനം നമ്മുടെ കയ്യിലാണ്, കുട്ടികളും നമ്മുടെ കയ്യിലാണ്. അധ്യാപകന്മാർക്ക് വേണമെങ്കിൽ വരാൻ അല്ലെങ്കിൽ പോകാം. പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി വേണം, മുസ്ലിം അതിപ്പോ നമ്മളൊക്കെ അത് മുസ്ലിം ലീഗുകാരല്ലേ, നമ്മളൊക്കെ ഉമ്മറാക്കളൊക്കെ മുസ്ലിം ലീഗുകാരല്ലേ, പ്രധാനപ്പെട്ട ഉമ്മറാക്കളെ ഉണ്ടാവുന്നത് എതാണ് ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട സമസ്ത മുസാഫിയായിട്ട് ചർച്ച വരെ നമ്മുടെ ലീഗിന്റെ നേതാക്കളിൽ പങ്കെടുത്തുകൊണ്ട ചർച്ചകൾ അങ്ങനെയുള്ള കൈകാലത്തിലൂടെ എന്തുകൊണ്ട് 1-ാം തീയതി ചർച്ചയുടെ അറിവുണ്ട്. പിന്നെന്താ അപ്പൊ മോശമൊക്കെ ഉണ്ടാവും. പിന്നെ നീട്ടിക്കൊണ്ടു പോകണം ചില ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ പോവാണ്. ഇനി നീട്ടിക്കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴുണ്ടാവണം. നമ്മൾ കൊടുത്തല്ലോ. പിന്നെ മുസാഫറൊക്കെ അവിടെ പറഞ്ഞാൽ മുസാഫറുണ്ട്. കുറച്ച് പാവങ്ങളായ പിതാവൊക്കെ ചെയ്യുന്ന സൂഫിയാക്കളായ മഹാന്മാരായ ഉസ്താദന്മാർ അവർ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കൂല. ചെറുപ്പമൊക്കെ അതിനെപ്പറ്റി അറിയാത്തവരും ഉണ്ടാവും. അങ്ങനെ കാലിക വിഷയങ്ങളൊന്നും അത്ര മാത്രം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അറിയാതെ ചുരുക്കം ചില ആളുകളൊക്കെ വഴി വെച്ച് കൊണ്ട് നടക്കുകയാണ്. പിന്നെ ആരെങ്കിലും അങ്ങനത്തെ മുസാഫർക്കാർ പറയുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് അടുത്ത അല്ല മറ്റുള്ളവരെ പറഞ്ഞത് കുറച്ച് ആളുകൾ മുഖം പ്രവേശിനെ പറ്റി എല്ലാം പറഞ്ഞ് കുറച്ച് പാവങ്ങളായ നമ്മളെ കൊണ്ടുപോലെ പോലുള്ള അതുപോലെ തന്നെ നമ്മുടെ നെല്ലായ പോലുള്ള ഇങ്ങനെ കുറെ മഹാന്മാരായ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടാണ് നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധയിലും വരും എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നീതി നടത്താൻ പാടില്ല പരിപാടി നടത്തിയല്ലോ. ആരൊക്കെ പറഞ്ഞ് പാടില്ല എന്ന് പറഞ്ഞിട്ട് നടത്തിയില്ലേ അവിടെ പരിപാടി? നടത്തിയിട്ടില്ല. ഇനി നടത്തും ചെയ്യും. അപ്പൊ അതിലൊന്നും ആരും വേദനാകില്ല. നിങ്ങൾ കൈകപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും നടക്കും. അതുകൊണ്ട് ഇനി നമുക്കോട് ബഹുമാനപ്പെട്ട ഹംസയുടെ ദ്വായോടുകൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം ശ്രമിച്ചിരുന്ന എല്ലാവരും വളരെയധികം സഹകരിച്ചു. നമ്മുടെ ഈ നിമിഷങ്ങളൊക്കെ കബൂൾ ചെയ്യുമാറാവട്ടെ, കൂടി നൽകുന്ന നിമിഷങ്ങളാകട്ടെ. ഇനി ഹംസ ചോറണ്ടത് നോക്കുന്നിരിക്കൂലല്ലേ? ഞങ്ങൾ